ഹലോ ഹായ് വെൽക്കം ടു ഓൾ. എല്ലാവരും സുഖമായി സേഫ് ആയിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നമ്മളിപ്പം നോക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജി, നെക്സ്റ്റ് ആക്ഷൻ, ഫീലിങ്സ്, അവരുടെ തോട്ട്സ് എന്താണ്, പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണ് എന്നൊക്കെയുള്ളതാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. സോ നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്നത് മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങളൊക്കെ വിട്ട് കളയുക. നെഗറ്റീവിന് ജീവിതത്തിലേക്ക് അട്രാക്ട് ചെയ്യാതിരിക്കുക. ടൈംലെസ് ആയതുകൊണ്ട് ഈ റീഡിംഗ് നിങ്ങളുടെ മുന്നിലേക്ക് എപ്പോൾ വരുന്നോ അപ്പോൾ മുതൽ നിങ്ങൾക്ക് ഇത് റെസണേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഓർത്ത് വെക്കുക, ഇതൊരു കളക്റ്റീവ് ആൻഡ് ടൈംലെസ് റീഡിംഗ് ആണ്. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ റീഡിങ്ങിലേക്ക് പോവാം. വളരെ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. എനർജി ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട് ലൈക്ക് ചെയ്യുക, ഒരു സബ് ചെയ്യുക. നിങ്ങളുടെ പേഴ്സണിനെ മനസ്സിലേക്ക് റിപ്പീറ്റ്ലി കൊണ്ടുവരിക. അവരുടെ കൂടെ സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല നല്ല മൊമെൻറ്റ്സ് നിങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരിക. എന്താണ് നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് എനർജി, എന്താണ് എന്താണ് അവരുടെ കറൻറ്റ് എനർജി, എന്താണ്? ഓക്കെ, കറൻറ്റ് എനർജിയിൽ നമുക്ക് 9 ഓഫ് പെൻഡക്കിൾ ആണ് വന്നിട്ടുള്ളത്. അവരുടെ തോട്ട്സ് എന്താണ്? 4 ഓഫ് വൺസിൻ്റെ എനർജിയാണ്. ആൻഡ് ഫീലിങ്സ് എന്താണ്? 7 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. മൂൺ കാർഡാണ് ക്ലാരിഫിക്കേഷൻ ഫീലിങ്സിനകത്ത് വന്നിട്ടുള്ളത്. നെക്സ്റ്റ് ആക്ഷൻ എന്താണ്? 9 ഓഫ് സോട്ട്സ് ആണ് കേട്ടോ നെക്സ്റ്റ് ആക്ഷൻ ആയിട്ട് വന്നിട്ടുള്ളത്. ബോട്ടം ഓഫ് ദ ഡെക്ക് കിട്ടിയിട്ടുള്ളത് പേജ് ഓഫ് കപ്സ് ആണ്. ഇവിടെ അവരുടെ ഓവറോൾ എനർജി നോക്കുമ്പം ഇവിടെ പേജ് ഓഫ് കപ്സിൻ്റെയും അതുപോലെ 9 ഓഫ് പെൻഡക്കിൾ. അപ്പം ഇപ്പം ഒരു കംഫർട്ട് സോണിലിരിക്കുന്ന, അല്ലെങ്കിൽ സ്വന്തം കാര്യത്തിൽ തന്നെ കോൺസെൻട്രേറ്റഡ് ആയിട്ട് നിൽക്കുന്ന, എല്ലാ കാര്യത്തിലും ഒരു ബൗണ്ടറി സെറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ്. അതായത് സെൽഫിഷ് എന്ന് പറയാൻ വേണ്ടി പറ്റത്തില്ല, ഒരു സെൽഫ് ലവ് കീപ്പ് ചെയ്യുന്ന, അല്ലെങ്കിൽ കുറച്ചും കൂടി സ്പിരിച്വാലിറ്റിയിലേക്ക് മൂവ് ചെയ്യുന്ന ഒരു വ്യക്തി. അതായത് അകത്തോട്ടൊന്നും കിടക്കാനും സമ്മതിക്കത്തില്ല, എന്നാൽ അവരിൽ നിന്നൊന്ന് പുറത്തോട്ട് പോകാനും സമ്മതിക്കാത്ത ആ രീതിയിൽ. ഓക്കെ, നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവാം ഈ പേഴ്സൻ്റെ ഭാഗത്ത് നിന്നിട്ടും. അതായത് ഒരു ക്ലാരിറ്റി തരാതെ, അല്ലെങ്കിൽ ഒരു റിപ്ലൈ തരാതെ, അല്ലെങ്കിൽ ഒന്നും സംസാരിക്കാത്ത രീതിയിൽ മാറി നിൽക്കുന്ന ഒരു പേഴ്സൺ. ഓക്കെ, കോണ്ടാക്ട് ഉണ്ടെങ്കിൽ പോലും സൈലന്റ്, കൂടുതലായിട്ടും സൈലന്റ് ആവുക. നിങ്ങൾക്കത് ഫീൽ ചെയ്യുന്നുണ്ടാവും, ആ പേഴ്സൻ്റെ ഒരു ചേഞ്ച് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവുമായിരിക്കും. അപ്പോൾ ഈ പേഴ്സൺ അവരുടെ സ്റ്റെബിലിറ്റി എന്താണോ ആ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ട് കൂടുതലായിട്ടും വർക്ക് എടുക്കുക, അല്ലെങ്കിൽ ആ സ്റ്റെബിലിറ്റി എന്താണോ അതിലേക്ക് കൂടുതലായിട്ട് മൂവ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. അതായത് ഒരു സെൽഫ് ഇമ്പോർട്ടൻറ്റ് കൊടുക്കുക, അല്ലെങ്കിൽ ഒരു സെൽഫ് റെസ്പെക്ട്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു കാര്യം. നിങ്ങളുടെ ഇടയിൽ എന്തെങ്കിലും തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് എന്തോ ആയിക്കോട്ടെ, പക്ഷെ കൂടുതലായിട്ടും അവിടെയാണ് ഇപ്പോൾ കോൺസെൻട്രേറ്റഡ്. അവർ അവരുടെ ലൈഫിൽ തന്നെ കൂടുതലായിട്ട് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. പക്ഷേ ഇവിടെ പേജ് ഓഫ് കപ്സിൻ്റെ എനർജി വരുമ്പം മേ ബി നിങ്ങൾ തമ്മിലൊരു കോണ്ടാക്ട് സ്റ്റിൽ ഉണ്ടാവുമായിരിക്കും, അല്ലെങ്കിൽ ഒരു ഓൺ ആൻഡ് ഓഫ് നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടാവും. അതായത് വരുന്നുണ്ട്, പോകുന്നുണ്ട്, സ്റ്റിൽ അവർ നിൽക്കുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, പക്ഷേ അവരുള്ളതായിട്ടും ഫീൽ ചെയ്യണില്ല. ഉണ്ടാവുമായിരിക്കും, പക്ഷെ ഉള്ളതും ഇല്ലാത്ത കുറേ പോലെ തോന്നുന്നുണ്ടാവുമായിരിക്കും. പഴയ ആ ഒരു ബന്ധം നിങ്ങൾക്ക് ഇപ്പോഴും ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു സ്ട്രോങ് കുറഞ്ഞിട്ടുണ്ടാവുമായിരിക്കും. അത് സ്വയം നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവാം, ഇതെന്താണ് ഇങ്ങനെ, അല്ലെങ്കിൽ പഴയതുപോലെ ഒരു അറ്റാച്ച്മെന്റ് ഇല്ലല്ലോ എന്നുള്ള രീതിയിൽ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവാം. ഓക്കെ, ദെൻ നിങ്ങൾക്ക് ഇവിടെ മൂൺ കാർഡും അതുപോലെ തന്നെ 7 ഓഫ് കപ്സും ആണ് ഇവിടെ ഫീലിങ്സ് ആയിട്ട് വന്നിട്ടുള്ളത്. ഈ ഫീലിങ്സിനകത്ത് ഇവർ ഓവറായിട്ട് തിങ്ക് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഓവറായിട്ട് ഇവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് എന്നുള്ളത് കാണുന്നുണ്ട്. അതായത് ഇതൊരു റെസ്പോൺസിബിലിറ്റിയുടെ കാർഡാണ്. ഓക്കെ, നിങ്ങൾക്ക് തന്നിട്ടുള്ള വാക്കുകളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നിട്ടുള്ള പ്രോമിസുകളായിരിക്കാം. ഓക്കെ, അപ്പം അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് തന്നിട്ടുള്ളതായിരിക്കാം. അവരത് നല്ല രീതിക്ക് തന്നെ ചിന്തിക്കുന്നുണ്ട്, ഓവർ തിങ്കിങ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇവർക്ക് നിങ്ങളെന്ന് പറയുന്നത് ഒരു ചോയ്സ് ആയിരുന്നിട്ടുണ്ടാകാം. അതായത് മേ ബി നിങ്ങളൊരു എക്സ്ട്രാ മരീറ്റൽ റിലേഷൻഷിപ്പ് ആയിരിക്കാം, ഇമ്പോർട്ടൻറ്റ് പേഴ്സൺസ് ഉണ്ടാവുമായിരിക്കും, നന്നായിട്ട് ഡ്രീം ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് ചില വാക്കുകൾ തന്നിട്ടുണ്ടാവുമല്ലോ, ലൈഫ് ലോങ് കമ്മിറ്റ്മെൻറ്റ്, അല്ലെങ്കിൽ എപ്പോഴും കൂടി ഉണ്ടാകും, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള രീതിയിൽ നിങ്ങളെ കുറേ പ്രോമിസുകൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ടാകും. സോ അതൊക്കെ ഇവർക്ക് ചെയ്യേണ്ടതാണ്, അല്ലെങ്കിൽ ഇവർക്ക് അതൊരു വാല്യുബിൾ ആയിട്ട് ഇപ്പോഴാണ് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, ഫീലിങ്സിനകത്ത് ഇവിടെ മൂൺ കാർഡ് വന്നിട്ടുണ്ട്. അത് ഇവർക്ക് ഉണ്ടാവുന്ന ഒരു ആൻസൈറ്റി, അല്ലെങ്കിൽ
പല കാര്യങ്ങളും നിങ്ങളടുത്ത് ഹൈഡ് ചെയ്ത് വെക്കുന്ന ഒരു എനർജി. ദാറ്റ് മീൻസ് നിങ്ങളുടെ അടുത്ത് ഇപ്പോഴും പലതും ഷെയർ ചെയ്തിട്ടുണ്ടാവില്ലായിരിക്കും. അത് മേ ബി നിങ്ങൾ എന്ത് വിചാരിക്കുമെന്ന് വിചാരിച്ചിട്ടായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ തേർഡ് പേഴ്സൺസ് ഉണ്ടെങ്കിൽ അവരെ പേടിച്ചിട്ടായിരിക്കാം. അപ്പോൾ ഇപ്പോഴും എന്തോ ഒരു മിസ്റ്ററി പോലെ, അല്ലെങ്കിൽ ഇപ്പോഴും ഒരു പല കാര്യങ്ങളും ഹൈഡായിട്ട് നിങ്ങൾ പോലും അറിയാത്ത പല കാര്യങ്ങൾ അത് നിങ്ങൾ ചിലപ്പോൾ ചോദിച്ചിട്ടുണ്ടാവായിരിക്കാം. നിങ്ങൾ ഒരുപാട് ചോദിച്ചിട്ടും അതൊന്നും തുറന്നു പറയാതെ ഹൈഡ് ചെയ്ത് നിൽക്കുന്നുണ്ടാവാം. അപ്പോൾ അങ്ങനെ ഒരു എനർജി കൂടി ഉണ്ട്. സോ ഇതും അവരുടെ ഫീലിങ്സ് ആണ്. ഭയങ്കരമായിട്ട് ആൻസൈറ്റി ഉണ്ടാവുക, ഭയങ്കര ഒരു ഫിയർ ഉണ്ടാവുക. അവരുടെ ഒരു സബ് കോൺഷ്യസ് മൈൻഡിൽ ഇപ്പോഴും എന്തൊക്കെയോ കാര്യങ്ങൾ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് നിൽക്കുന്നത് പോലെ. അത് അവർക്ക് അങ്ങോട്ട് പുറത്തോട്ട് വരുന്നില്ല. അത് പറയാനുള്ളൊരു പേടി ആണ് ഇവിടെ മെയിൻലി കാണിക്കുന്നത്. ഓക്കെ, ഇവിടെ 9 ഓഫ് സോർട്സിന്റെ എനർജി വരുന്ന സമയത്ത് അവരുടെ സിറ്റുവേഷൻ ആണിത്. ഈ ഒരു സിറ്റുവേഷനകത്തും എഗെയിൻ ആൻസൈറ്റി ആൻഡ് അതുപോലെ തന്നെ അവർ ഭയങ്കരമായിട്ട് വറി ചെയ്യുന്നത്, അവർക്ക് ഫിയർ ഉണ്ട്, ഡിപ്രഷനുണ്ട്, രാത്രി ഉറക്കം വരുന്നില്ല, അവരുടെ ഹോപ്പ് എല്ലാം നഷ്ടമാവുന്ന ഒരു എനർജി. അതായത് നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ അവരുടെ എനർജിയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അത്രത്തോളം സെൽഫിനെ കീപ്പ് ചെയ്യണം, അല്ലെങ്കിൽ അവരുടെ ഒരു സ്റ്റെബിലിറ്റിക്ക് വേണ്ടി ഒതുങ്ങി കൂടുന്ന ഒരു എനർജിയാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ അത് റിയാലിറ്റി മാത്രമാണ്. ആ പേഴ്സണെ സംബന്ധിച്ച് അത് റിയാലിറ്റി മാത്രമാണ്. അവരുടെ ഒരു കോൺഷ്യസ് മൈൻഡ് അല്ലെങ്കിൽ അവരുടെ സബ് കോൺഷ്യസ് മൈൻഡ് എടുത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരിക്കലും ആ പേഴ്സൺ ഓക്കെ അല്ല. ഓക്കെ, അവര് ഭയങ്കരമായിട്ടും വറി ചെയ്യുന്നുണ്ട്. അവർക്ക് അറിയുന്നില്ല ലൈഫിൽ എന്താ ഇങ്ങനെയെന്നുള്ളത് അറിയുന്നില്ല. പല കാര്യങ്ങളും ട്രോമയായിട്ട് നിൽക്കുക, പലതിലും അവർ ഭയങ്കര ഒരു സ്ട്രെസ് കൊണ്ടുപോകുന്നുണ്ട്. അതുപോലെ തന്നെ ടെൻഷൻ, ഭയങ്കരമായിട്ടുള്ള ഒരു ടെൻഷനും കാര്യങ്ങളുണ്ട്. പക്ഷെ ഇത് ഒരാൾ പുറത്തു നിന്ന് നോക്കുമ്പോഴോ അല്ലെങ്കിൽ അങ്ങനെ നോക്കുമ്പം അറിയത്തില്ല. കാരണം ഈ പേഴ്സൺ ചിലപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ആക്റ്റീവ് ആയിട്ടുള്ള ഒരാളായിരിക്കാം, അതുപോലെ കുറച്ച് പബ്ലിക്കിലൊക്കെ കുറച്ച് അറിയുന്ന ഒരാളായിരിക്കാം. എല്ലാവരും നോക്കുമ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ട് ജീവിക്കുന്നതായിരിക്കും. ഈവൻ നിങ്ങൾ നോക്കുമ്പോൾ പോലും അവർ ഭയങ്കര ഹാപ്പി ആയിരിക്കാം. ഓക്കെ, പിന്നെ നമുക്കിവിടെ അവരുടെ തോട്ട്സിനകത്ത് വന്നിട്ടുള്ളത് 4 ഓഫ് വൺസിന്റെ എനർജിയാണ്. ഇത് നിങ്ങൾ തമ്മിലൊരു സോൾ കണക്ഷൻ നല്ല രീതിക്ക് ഫീൽ ചെയ്യുന്ന ഒരു എനർജിയാണ്. അതായത് അവർക്ക് നല്ല രീതിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ആൻഡ് നിങ്ങളുടെ കൂടെ ഒരു സെലിബ്രേഷൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പം അവർക്ക് വേണ്ടത് ഫ്രീഡം ആണ്. ഓക്കെ, ആ ഫ്രീഡം അവർക്കില്ല. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അവരുടെ ലൈഫിൽ ചില ഫിനാൻഷ്യലി ആയിക്കോട്ടെ, ജോബിന്റെ കാര്യത്തിലായിക്കോട്ടെ, അങ്ങനെ ചില കാര്യങ്ങളിൽ ഒരു സ്റ്റെബിലിറ്റി അവർ ക്രിയേറ്റ് ആക്കുമ്പോൾ അല്ലെങ്കിൽ അത് അവർ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന സമയത്ത് അവർക്ക് എന്താണ്, അവർക്ക് ഫ്രീഡം ഇല്ല. ഓക്കെ, അവരവിടെ ബിസിയാണ്, അവർക്ക് ടൈം ഇല്ല എന്നുള്ളതാണ്. അപ്പം അതിൽ നിന്നും ഒരു മോചനം അല്ലെങ്കിൽ അതിൽ നിന്നും അതെല്ലാം മാറിയാണ് അവർ വരേണ്ടത്. ഓക്കെ, അപ്പം നിങ്ങളുടെ അടുത്തുള്ള ഒരു തോട്ട്സ് ആണിത്. മാരേജ് അല്ലെങ്കിൽ നിങ്ങളെ എൻഗേജ്മെന്റ് ചെയ്യുക, മാരേജ് ചെയ്യുക, നിങ്ങൾക്കുള്ളൊരു റിയൂണിയൻ, ഹാപ്പിനെസ് തരിക, സെലിബ്രേഷൻ, ഇതൊക്കെയാണ് അവരുടെ തോട്ട്സിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മളിവിടെ അവരുടെ ഫീലിങ്സ് നോക്കുമ്പോൾ ഭയങ്കരമായിട്ടും റിഗ്രറ്റ് ചെയ്യുന്ന, പശ്ചാത്തപിക്കുന്ന, കുറ്റബോധം വരുന്ന ഒരു പേഴ്സന്റെ എനർജിയും, അതുപോലെ അവരുടെ തോട്ട്സ് നോക്കുമ്പം നിങ്ങളിലേക്ക് ഒരു സന്തോഷം തരാൻ വേണ്ടിയിട്ടുള്ള ഒരു ആക്ഷൻ, നെക്സ്റ്റ് ആക്ഷൻ ആയിട്ട് ഒരു സന്തോഷം തരുന്ന രീതിയിലുള്ള ഒരു കാര്യങ്ങളും അത് തന്നെയാണ് തോട്ട്സിലൂടെ പോകുന്നത്. കൂടെ കൂട്ടുക എന്നുള്ള രീതിയിൽ റിയൂണിയൻ പോലത്തെ കാര്യങ്ങൾ, കോണ്ടാക്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ നോക്കിയത് ഇതാണ്. നിങ്ങൾക്കുള്ള സോഡിയക് സൈൻ പറയുകയാണെങ്കിൽ പൈസീസ് ആൻഡ് സ്കോർപിയോ, ജെമിനി വന്നിട്ടുണ്ട്, ഏരിയസ് വന്നിട്ടുണ്ട്, ഓക്കെ, ലിയോ വന്നിട്ടുണ്ട്. ഓക്കെ, ഇതിൽ മെയിനും വന്നിട്ടുള്ളത് സ്കോർപിയോ ആണ് കേട്ടോ. അപ്പം നിങ്ങൾക്കുള്ള റീഡിംഗ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.